ഹലോ, ഇന്ന് ഞാൻ ഈ ധൃതി പിടിച്ച് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇന്ന് സ്റ്റുഡിയോയിലെ ആനിവേഴ്സറി ആണേ. അപ്പോൾ 8 മണിക്കായിരുന്നു എത്താൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ ഇറങ്ങിയപ്പോഴേ 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതാ ഇത്ര തിരക്ക് പിടിച്ച് പോകുന്നുണ്ടായിരുന്നത്. കിട്ടിയ ഓട്ടോയിൽ ഞാൻ പിന്നെ നേരെ അങ്ങോട്ടേക്ക് പോയേ. അവിടെ ഞാൻ എത്തിയപ്പോൾ 8:30 ആയിട്ടുണ്ടായിരുന്നെങ്കിലും ഇനി ആൾക്കാരൊക്കെ വരാനുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ചായെങ്കിലും നമുക്ക് ചില സാഹചര്യങ്ങളുണ്ട് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിട്ട് ഇടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നേ. പിന്നെ ഇതാണ് നമ്മുടെ വിദ്യേച്ചിൻ്റെ അടുത്ത് ഈ 3 വർഷത്തെ എക്സ്പീരിയൻസ് പറയാൻ വേണ്ടിയിട്ടാട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ചേച്ചിയാണ് അവിടുത്തെ സീനിയർ സ്റ്റാഫ്. പിന്നെ നമുക്ക് ആദ്യം തന്നെ ഗെയിംസും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യത്തെ റൗണ്ടിൽ തന്നെ ഔട്ടായിട്ട് വന്നതാണ് ഇപ്പം ഇപ്പം കണ്ടത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഒരു 10 മിനിറ്റ് കിട്ടിയപ്പോൾ ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്രത്തിളക്കം ആ മൂവിയില്ലേ അതിലത്തെ സീനൊന്നും ചെയ്യാമെന്നാട്ടോ വിചാരിച്ചത്. എനിക്കാണെങ്കിൽ മടിയായിട്ട് വയ്യായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ മാറിയുന്നത്. പിന്നെ ഞാൻ പോയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഗെയിംസൊക്കെ ഉണ്ടായിരുന്നു. ശ്രീലക്ഷ്മി ആണെങ്കിൽ എല്ലാത്തിനും എന്നെ വിളിച്ചുകൊണ്ടുവന്ന് കണ്ട് തന്നെ ഞാൻ പിന്നെ അതിനും പോയി നിന്നു. പക്ഷേ ഞാനത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ മാറിയിട്ടോ. അത് കഴിഞ്ഞിട്ടായിരുന്നു നമ്മളെ ബൺ തീറ്റ മത്സരം. അതിൽ ഷിനോയും ശ്രീലക്ഷ്മിയും ജിഷ്ണുവേട്ടനായിരുന്നേ. പക്ഷെ അതിൽ ജയിച്ചിട്ടുണ്ടായിരുന്നത് ജിഷ്ണുവേട്ടനായിരുന്നേ. ജിഷ്ണുവേട്ടൻ 3 ബണ്ണായിരുന്നു കഴിച്ചത്. എല്ലാവരും വിചാരിച്ചത് ഷിനോയെ ജയിക്കും എന്നായിരുന്നു, പക്ഷെ ജയിച്ചത് ജിഷ്ണുവേട്ടനായിരുന്നു കേട്ടോ. അടുത്ത റൗണ്ടിൽ ഇവർ 3 പേരായിരുന്നേ. ഇതിൽ പിന്നെ ജയിച്ചതാരാന്ന് പറയണ്ടല്ലോ, നമ്മുടെ വെസ്റ്റേൺ ഡേസുമായിട്ടുള്ള പൃഥ്വിച്ചേട്ടനായിരുന്നു കേട്ടോ. ഇനി കാണാൻ പോകുന്നതാണ് ഇതിലെ മെയിൻ സംഭവം. അങ്ങനെ പിന്നെ നമുക്ക് 11 മണിക്ക് ഷോപ്പൊക്കെ ഓപ്പൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ പരിപാടിയൊക്കെ വേഗം തീർത്ത് എനിക്കാണെങ്കിൽ 1 മണിക്ക് വർക്കിന് കയറണം കേട്ടോ. അങ്ങനെ പിന്നെ ഞാൻ നേരെ ഹോസ്റ്റലിലോട്ട് പോയിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് നേരെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് മന്തി കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നേ. ഞാനും ശ്രീലക്ഷ്മിയും ശിവഗംഗയായിരുന്നു കേട്ടോ പോയത്. സൂഫിയിലാണ് ഞങ്ങൾ പോയത്. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ നിന്ന് മന്തിയൊക്കെ കഴിച്ചിറങ്ങി കേട്ടോ. ഇത് കണ്ടോ, ഇതെന്താണെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന ജീരകമൊക്കെ വാരിയിട്ട് ഒരു പേപ്പറിലിട്ട് പൊതിഞ്ഞെടുത്തതാണ് കേട്ടോ ഇവള്. പിന്നെ അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി ഉച്ചയ്ക്ക് വർക്കിനൊക്കെ കയറിയിട്ടുണ്ടായിരുന്നേ. പിന്നെ വൈകുന്നേരം ആയപ്പോഴായിരുന്നു നമ്മളുടെ നോമ്പ് തുറ പരിപാടി ഉണ്ടായിരുന്നത്. അതിന് വേണ്ടിയിട്ട് എല്ലാവരും ഓരോരോ പണിയിലായിരുന്നു കേട്ടോ. നല്ല തിരക്കിൻ്റെ ഇടയിലാട്ടോ നമ്മൾ ഇതൊക്കെ സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എല്ലാവരും അതിൻ്റേതായിട്ടുള്ള തിരക്കിലായിരുന്നു. പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് തന്നെ എല്ലാവരും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, ഓരോന്ന് ചെയ്യുന്നത് പോലെ. എല്ലാവരും പ്രത്യേകിച്ച് കാണിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീഡിയോ എടുക്കുന്നത് ഞാനായതുകൊണ്ട് തന്നെ എന്നെ അങ്ങനെ വീഡിയോയിൽ കാണില്ല, അതുകൊണ്ട് തന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് പോയി നിന്നതാണ് ഇപ്പോൾ കണ്ടത്. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ നമുക്കുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാം ഓരോന്നായിട്ട് സെറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് സത്യം പറഞ്ഞാൽ വീഡിയോ മര്യാദയ്ക്ക് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല തിരക്കിൻ്റെ ഇടയിൽ കേട്ടോ. പറ്റുന്ന പോലെ കേട്ടോ എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ഡേ സത്യം പറഞ്ഞാൽ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പ്രോഗ്രാംസും എല്ലാം കൊണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ദിവസമായിരുന്നു കേട്ടോ ഇന്ന്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച്. അപ്പം ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.